നമസ്കാരം. തമിഴ്നാട് CM-ആയ ശ്രീ ജോസഫ് വിജയുടെ ഇരട്ടത്താപ്പ് നയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നിശ്ചിത അളവിൽ ഉയർത്തണമെന്നുള്ള തമിഴ്നാടിന്റെ ശക്തമായിട്ടുള്ള ഒരു നിലപാട്. ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മറുപക്ഷക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈഗൈ നദിയിലെ മലിനീകരണം. അതെ, വൈഗൈ നദിയിലെ മലിനീകരണം വളരെ വലിയൊരു പ്രശ്നമായി തന്നെ തമിഴ്നാടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ അതിനെതിരെ കണ്ണടയ്ക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയായ CM ജോസഫ് വിജയ്. അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം CM ജോസഫ് വിജയ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എടുക്കുന്ന സ്റ്റാൻഡാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലെ എല്ലാ ഗവൺമെന്റുകളും സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ശ്രീ ജോസഫ് വിജയും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അത് കുറച്ചുകൂടെ ശക്തമായി സിനിമ സ്റ്റൈലായി എന്നുള്ളത് മാത്രം. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിശ്ചിത അളവിൽ ഇത് ഉയർത്തുക എന്നുള്ളതാണ്, ജലനിരപ്പ് കുറയ്ക്കുക എന്നുള്ളതല്ല. അതേപോലെ പുതിയൊരു ഡാം എന്ന വാദഗതി കേരളത്തിന്റെ ആവശ്യത്തെ നിഷ്കരണം നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി, ശക്തമായ നിലപാടെടുത്ത വ്യക്തി എന്തുകൊണ്ട് വൈഗൈ നദിയുടെ കാര്യത്തിൽ ഈ അവഗണന കാണിക്കുന്നു, ഇരട്ടത്താപ്പ് കാണിക്കുന്നു? ഇതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഈ ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ഈ ഒരു സെനാറിയോയിലാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അതിനു വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിലെ എന്റെ കിണറിലെ വെള്ളം ഭംഗിയായി, വൃത്തിയായി, ശുദ്ധിയായി സൂക്ഷിക്കാൻ കഴിയാത്ത ഞാൻ എൻ്റെ കിണറിലെ വെള്ളം മലിനമാക്കിയിട്ട് അയൽക്കാരൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളം വേണമെന്ന് വാശി പിടിക്കുക മാത്രമല്ല, അഡമൻ്റായിട്ട് അതെനിക്ക് നീ തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് വെക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ശ്രീ ജോസഫ് വിജയ് ഈ ഒരു കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തമിഴ്നാട്ടിൽ വെള്ളമില്ല എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ജനജീവിതത്തെയും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങളെയും, മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ അവരുടെ എല്ലാ തരമായിട്ടുള്ള കാര്യങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. കാർഷികമായ ആവശ്യങ്ങളായിക്കോട്ടെ, ദൈനംദിന ആവശ്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. സോ അത് നമുക്ക് നിരാകരിക്കാനോ തള്ളിക്കളയാനോ ആവില്ല. അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് വൈഗൈ നദി. എന്നാൽ ഇന്നത് വളരെയധികം മലിനമാണ്, പൊല്യൂട്ടഡ് ആണ്. എന്തുകൊണ്ടാണ്? അവിടേക്ക് വരുന്ന ടോക്സിക് വേസ്റ്റുകൾ, അതേപോലെ സ്യൂവേജ് വാട്ടറുകൾ, മറ്റുള്ള മാലിന്യങ്ങൾ, ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഇതിനെപ്പറ്റി ഒന്നുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഈ ഒരു നദിയെ ക്ലീൻ ആക്കാനുള്ള ഒരു പദ്ധതിയോ ഒന്നും അവിടുത്തെ ഗവൺമെന്റോ വിജയോ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സ്വന്തം നാട്ടിൽ ഇത്രയും നല്ല ഒരു നദി ഉണ്ടായിട്ട് ആ നദിയെ മലിനമാക്കിയത് പോട്ടെ, അത് ക്ലീനാക്കി വീണ്ടും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി എടുക്കാതെ അടുത്ത സംസ്ഥാനത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ വെള്ളം ഞങ്ങൾക്ക് വേണം, അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നതിൽ വിരോധാഭാസമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായോ? സോ വിജയ് ഗവൺമെന്റ് ഇതിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, എന്നാൽ വൈഗൈ നദി എന്ന് പറയുന്നത് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ സർക്കാരിന് കൃത്യമായ സ്ട്രോങ് ആയ നിലപാടെടുക്കേണ്ടി വരും. അതാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിന് ആദ്യം അവിടെ